നമ്മുടെ എല്ലാവരും ഒരു സംശയം കേരളത്തിൽ ഇസ്ലാമിക കോടതി ഉണ്ടോ എന്നുള്ളതാണ്. കാരണം എൻ ഐ എയുടെ കോടതിയിൽ തന്നെ ഒരു ലിസ്റ്റ് കൊടുത്തിരുന്നു. കേരളത്തിൽ കൊല്ലപ്പെടേണ്ട ആളുകളുടെ ഒരു ലിസ്റ്റാണ് തയ്യാറാക്കി കൊടുത്തത്. കേൾക്കുമ്പോൾ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അവർ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക തന്നെയാണ്. അതിനകത്തൊരു ജഡ്ജിയുടെ പേര് വരെ ഉൾപ്പെട്ടു. എങ്ങനെയൊന്ന് വിലയിരുത്താം അതിനെ? ശരിയാണ്, താങ്കളുടെ ചോദ്യം ഈ കാലഘട്ടത്തിൽ വളരെ ശരിയാണ്. കേരള NIA കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ജുഡീഷ്യൽ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ സർവ്വ മേഖലകളിലും തങ്ങളുടെ ആധിപത്യത്തിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിൻ്റെ ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമാണ്. ജുഡീഷ്യറിയിലും ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സ്വാധീനമുണ്ട്. അവർ 3 രീതിയിലാണ് ഇതിൻ്റെ ഓപ്പറേഷനുകൾ ചെയ്യുന്നത്. ഒന്ന്, ജുഡീഷ്യറിയിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത ആ വ്യക്തികളെ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസർമാരെ ഭീഷണിപ്പെടുത്തുക. അതാണ് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിയുടെ പേരുണ്ടായിരുന്നു. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിച്ചൊരു ജഡ്ജിയുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ, തൂക്കിലേറ്റാൻ വെച്ച്. ആ ജഡ്ജിക്കെതിരെ എന്തൊരു സൈബർ ആക്രമണമായിരുന്നു. ജുഡീഷ്യൽ കടന്നു കയറുക, അവർക്കെതിരായി. അതുപോലെ തന്നെയാണ് നമുക്കൊരു അറിയാമല്ലോ, കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ലവ് ജിഹാദ് എന്ന വാക്ക് ജഡ്ജ്മെൻറ്റിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതിയിലേക്ക് മാർച്ച് നടത്താൻ പോലും പോപ്പുലർ ഫ്രണ്ട് ധൈര്യം കാണിച്ചൊരു കാലഘട്ടമുണ്ട്. അതൊന്ന്. മൂന്നാമത്, അവരുടെ സമാന്തര ഇസ്ലാമിക കോടതി സംവിധാനങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ അല്ലെ ഭാരതത്തിൽ നടപ്പാക്കുക എന്ന് പറയുന്ന മൂന്നാമത്തെ അജണ്ട. ഈ 3 കാര്യങ്ങളും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ചെയ്യുന്നുണ്ട്. ഇത് കൃത്യമാണ്. ധാരാളം തെളിവുകളുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇത്തരത്തിലുള്ള ഒരു നിലപാട് കാരണം അവർ ഒരിക്കലും ഭരണഘടനയല്ലോ അംഗീകരിക്കുന്നത്, മതനിയമങ്ങളെ അല്ലെ അവരുടെ ഖുറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അങ്ങനെ നമുക്ക് ഭാരതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഒക്കില്ല. പക്ഷേ ഉണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. 2010 ജൂലൈ മാസം 27-ാം തീയതി അന്ന് കേരളം ഭരിച്ചിരുന്നത് അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി. അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണ്. അന്ന് ഇപ്പോൾ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് നടന്നല്ലോ ഇവിടെ നിലമ്പൂർ മണ്ഡലത്തിൽ. ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു 2010 നിലമ്പൂരിലെ MLA. അദ്ദേഹം നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, കേരളത്തിൽ ഇസ്ലാമിക കോടതികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം. നമുക്കറിയാമല്ലോ, നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ അന്നേരം നിപ്പിലൊന്നും അല്ല മറുപടി കൊടുക്കുന്നത്. കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി ആ ഡിപ്പാർട്ട്മെൻറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഉത്തരം നൽകാറുള്ളൂ, അല്ലാതെ കൊടുക്കാൻ ഒക്കില്ലല്ലോ. അപ്രകാരം കൊടുത്തൊരു ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. 2010 ജൂൺ മാസം 27-ാം തീയതി ഈ കോടിയേരി ബാലകൃഷ്ണന് ഈ ആര്യാടൻ മുഹമ്മദ്, അദ്ദേഹത്തിന് നമുക്കറിയാമല്ലോ, അദ്ദേഹം മതേതരത്വത്തിൻ്റെ ആളാണെന്നൊക്കെയാണ് വിശേഷിപ്പിക്കും. അദ്ദേഹത്തിന് കൊടുത്തൊരു മറുപടിയുണ്ട്. കേരളത്തിൽ ഇസ്ലാമിക കോടതി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ദാറുൽ ഖ്വാസ എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത് ആ കോടതിക്ക്. ദാറുൽ ഖാസ കോടതി 2010 കാലയളവിൽ മലപ്പുറം ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് നിയമസഭാ രേഖയിൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്ത ആളിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കേരളത്തിൽ വന്ന് ഈ ഇസ്ലാമിക കോടതി ഉദ്ഘാടനം ചെയ്തത്. ഇല്ലെന്ന് പറയാൻ ഒക്കുമോ? നിയമസഭയുടെ രേഖയാണ്. ദാറുൽ ഖാസ എന്ന് പറയുന്ന ഇസ്ലാമിക കോടതി കേരളത്തിലുണ്ട്, പല പ്രദേശങ്ങളിലും ഉണ്ട്. അത് രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ട്, പരസ്യമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക നിയമ സംവിധാനവുമുണ്ട്. മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോടതിയുണ്ട്. സത്യകോടതി എന്നാണ് പറയുന്ന പേര്, സത്യപള്ളി എന്നാണ് പറയുന്നത്. കൊടിഞ്ഞി മസ്ജിദ് ആർബിട്രേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ആ പള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഖുറാനെ തൊട്ട് സത്യം ചെയ്ത് നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ആ കോടതി, ആ പള്ളിയിൽ. ശ്രദ്ധിക്കണം, ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത്. കൊടിഞ്ഞി മസ്ജിദ് ആർബിട്രേഷൻ സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ കീഴിലാണിത്. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു ഭാഗമായിരുന്ന ഈ അവരുടെ പുരോഹിതന്മാരുടെ ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗമൊക്കെ ഇതിനു വേണ്ടി വളരെ ശ്രമം നടത്തുന്നുണ്ട്. 2 രീതിയിലാണ് ഇസ്ലാമിക നിയമങ്ങൾ പറയുന്നത്. ഒന്ന്, ഖുറാനിൽ അധിഷ്ഠിതമായിട്ടുണ്ട്. ഖുറാന്, അതുപോലെ തന്നെ ഹാദിസുകൾ, ഇജ്മ, ഖിയാസ് തുടങ്ങിയവയാണ് മുസ്ലിം നിയമത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായി ഉദ്ധരിക്കപ്പെടുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കോടതി സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയൊന്നും ബാധകമല്ല. ഞങ്ങളുടെ ഇസ്ലാമിക നിയമമാണ് ഇവിടെ നടപ്പാക്കേണ്ടത്. അതിൻ്റെ ഒരു മുന്നൊരുക്കമെന്ന രീതിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദാറുൽ ഖ്വാസ പോലുള്ള കോടതികൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു എന്ന് പറയുന്നത് ഒരു ഞെട്ടിക്കുന്ന വസ്തുത തന്നെയാണ്. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹമോ കേരളത്തിലെ മാധ്യമങ്ങളോ ഇതിനെയൊന്നും വളരെ ശക്തമായ രീതിയിൽ എതിർക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അത് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ നേതൃത്വത്തിലാണ്. പക്ഷേ ഉത്തരേന്ത്യയുടെ പല പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് ബീഹാർ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിലും മറ്റൊരു തരത്തിലുള്ള കോടതികളുണ്ട്. ഇമ്രത്ത് ഈ ഷെറിയ എന്ന രീതിയിൽ ഈ മുസ്ലിമിലെ ഹനഫി സമ്പ്രദായമുണ്ട്.
ഈ ഹനഫി സമ്പ്രദായക്കാർ അവലംബിക്കുന്ന നിയമ സംവിധാനത്തിന് പറയുന്ന പേരാണ് ഞാൻ പറഞ്ഞ ഇമ്രത്തി ശരിയ എന്ന് പറയുന്ന കോടതികൾ വളരെ വ്യാപകമായിട്ട് ആ പ്രദേശത്തുണ്ട്. മുസ്ലിങ്ങളുടെ ഇടയിലെ വ്യക്തിപരമായ തർക്കങ്ങൾ, വിവാഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ കോടതി കൈകാര്യം ചെയ്ത് വിടുകയാണ്. ക്വാസി എന്ന് പറയുന്ന മുസ്ലിം ജഡ്ജിമാരാണ് ഇതിൻ്റെ തീരുമാനമെടുക്കുന്നത്. പാവം പിടിച്ച സാധാരണക്കാരായ മുസ്ലിങ്ങളെ ഒരു കണക്കിന് പറഞ്ഞാൽ മതത്തിൻ്റെ പേടിപ്പിക്കലിൽ കൂടെ ഒരു നിയമം ഉണ്ടാക്കി രണ്ടുപേരെ കൊണ്ട് ഒപ്പിടിച്ച് സത്യം ചെയ്യിച്ച് രാജിയാക്കി വിടുന്ന സമ്പ്രദായം. ദുർബലനും ശക്തനും തമ്മിൽ ഉണ്ടാകുന്ന ഒരു കേസാണ് എങ്കിൽ ദുർബലനായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിലെ ആൾ ഈ ശക്തൻ പറയുന്ന അല്ലെങ്കിൽ അവരുടെ ക്വാസി പറയുന്ന ഈ നിയമവ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് രണ്ട് കൈയും കെട്ടിപ്പൊക്കോണം. ഇത് നിസ്സാരമായിട്ട് തള്ളാൻ സാധിക്കരുത്. എന്നാൽ ദാറുൽ ഖ്വാസ എന്ന് പറയുന്ന കേരളത്തിൽ ആ കോടതി ഇസ്ലാമിക കോടതി ഉണ്ടായെന്നും അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളത് ശക്തമായ തെളിവ് കേരള പോലീസിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിൽ ഉണ്ട്. അത് പക്ഷേ അവർ അതിനെപ്പറ്റി അന്വേഷണം നടത്താനും തയ്യാറില്ല. പല പ്രദേശങ്ങളിലും ഉണ്ട്. ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്നത് കേരളത്തിലെ DGP ആയിരുന്നു. അദ്ദേഹം DGP സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം പറഞ്ഞൊരു കാര്യം, ഈ തീവ്രവാദ സംഘടനകൾ കേരളത്തിലുണ്ട്, സ്ലീപ്പർ സെൽസുകളുണ്ട്, അവയുടെ പ്രവർത്തനമുണ്ട്. എന്തുകൊണ്ട് DGP ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് അത് പുറത്തു പറയാൻ കഴിഞ്ഞില്ല? അപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെ ഭയപ്പെട്ട് അല്ലെ ഭരിക്കുന്ന സർക്കാർ മൂടി വെക്കാനായിട്ട് ചില കാര്യങ്ങൾ ശ്രമിക്കുന്നുവെന്ന് ഒരു DGP തന്നെ വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യമല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കേന്ദ്രത്തിലെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെപ്യൂട്ടേഷനിൽ പോയ ആളാണ് കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന DGP ആയ വ്യക്തി. അദ്ദേഹം വന്ന ഉടനെ എന്താ പറഞ്ഞത്? കേരള സമാധാനത്തിൻ്റെ പ്രദേശമാണ്, ഇവിടെ യാതൊരു വിധമായ വിഘടനവാദ പ്രവർത്തനങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം കേന്ദ്ര ഇൻ്റലിജൻസിൽ ഇരുന്ന കാലത്ത് കൃത്യമായി അദ്ദേഹത്തിന് രേഖകൾ ലഭ്യമായിട്ടുണ്ടാവും. ഈ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനം ഉണ്ടായെന്ന്. താങ്കൾ ചോദിച്ച വ്യക്തിയെ സംബന്ധിച്ചും അത് തന്നെയാണ്. സർവീസിലിരിക്കുന്ന കാലത്തൊക്കെ ഇവരെ ആരെയും പിണക്കാതെ സുഖിപ്പിച്ചുകൊണ്ട് പ്രമോഷനും സ്ഥാനക്കയറ്റത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവർ നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ അങ്ങനെ പറയുന്നത്. അരുൺകുമാർ സിൻഹ ജൂനിയർ എന്ന് പറയുന്ന ഒരു IPS ഓഫീസർ മലപ്പുറം ജില്ലയുടെ പോലീസ് മേധാവിയായിരുന്നൊരു കാലഘട്ടമുണ്ട്. അദ്ദേഹം ഈ പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി വളരെ വ്യക്തമായി പഠനം നടത്തിയിട്ട് ഈ ഞാൻ പറഞ്ഞ ഈ കാര്യം ഉൾപ്പെടെയുള്ള സർവ്വ രീതിയിലുള്ള അവരുടെ പ്രവർത്തന പദ്ധതിയെപ്പറ്റിയും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതിന്നും പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. അരുൺകുമാർ സിൻഹ എന്ന് പറയുന്ന IPS ഓഫീസർ. അങ്ങനെ ആർജവമുള്ള ചില പോലീസ് ഓഫീസർമാരും ഉണ്ട്, നമുക്കില്ലെന്നെങ്ങനെ പറയാൻ സാധിക്കുന്നേ? പക്ഷേ ബാക്കിയുള്ള പലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലെയും തൊഴിൽ മേഖലയിലെയും ഉയർച്ച പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരെ പ്രകാരമൊക്കെ പ്രവർത്തിക്കുന്നത്. അതാണ് ഇതിനകത്തെ വ്യത്യാസം. ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയിൽ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ കേന്ദ്രത്തിൽ നിന്ന് അന്വേഷണ സംഘം വന്ന് പൊക്കിക്കൊണ്ടുപോയി. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ താഴെ തട്ടിലുള്ള 2ാം നിര 3ാം നിര നേതാക്കളും അതിനോട് അനുഭവമുള്ള പ്രവർത്തകരും ഉണ്ടായിരുന്നു. അവർ പല കാലങ്ങളിലായിട്ട് പല രാഷ്ട്രീയ പാർട്ടികളിലേക്ക് നുഴഞ്ഞു കയറി. എന്തിന്? CPM-നുള്ളിൽ പോലും അത്തരം ചില നിലപാടുകളുള്ളവരുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിനകത്തൊരു മുൻ MLA തന്നെ പറയുന്നു, ഇവിടുത്തെ ജില്ലയിലെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് സുധാകരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതാണ്. അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ, ഒരു ആവശ്യം വന്നാൽ എപ്പോൾ വേണമെങ്കിലും ഈ സ്ലീപ്പർ സെല്ലുകൾ സജീവ പ്രവർത്തന മേഖലയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പേരിലേക്ക്, ഇപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചാൽ നാളെ മറ്റൊരു പേരിലേക്ക് വരാം. മുമ്പ് നമ്മൾ സിമിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഈ NDF-ന്റെ കാര്യത്തിലൊക്കെ കണ്ടതാണ്. മാറിക്കൂടെ? അങ്ങനെ വന്നുകൂടെ? തീർച്ചയായിട്ടും വരാം. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു കുറച്ച് നേതാക്കന്മാർ ജയിലിലായി എന്നുള്ള കാരണത്താൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആ പ്രവർത്തനം ഇല്ലാതായിട്ടില്ല. ISIS പറയുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനെ അവരുടെ സമാന സ്വഭാവമുള്ള ഒരു പ്രസ്ഥാനത്തിനെ ഏതെങ്കിലും ഒരു സർക്കാർ നിരോധിച്ചത് കൊണ്ട് ആ പ്രസ്ഥാനം ഇല്ലാതായി മാറുന്നില്ല. പ്രവർത്തനമുണ്ട്. സാങ്കേതികമായിട്ടും നിയമപരമായിട്ടും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് ഇല്ലാതാക്കിയെങ്കിലും അതിൻ്റെ ധാരാളം പ്രവർത്തകർ ഇന്നും പകൽ സമയത്ത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമായിട്ട് പ്രവർത്തിക്കുകയും രാത്രിയാകുമ്പോൾ അവരവരുടെ തനി സ്വഭാവം പുറത്തു കാട്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സുധാകരനുമായിട്ട് രാഷ്ട്രീയത്തിൽ ശത്രുതയുള്ള ഒരു MLA തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്തുള്ള MLA തന്നെ ഈ ഒരു പ്രതിരോധത്തിലാഴ്ത്തിയ സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എന്നുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട്. ഈ ഒരു കാര്യം ജുഡീഷ്യറിയിൽ നമ്മൾ കേരളത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഏകദേശം ഒരു 40ഓളം ലോ കോളേജുകളാണ് ഇപ്പോൾ ഉള്ളത്. അതിനകത്തെ മഹാഭൂരിപക്ഷം ലോ കോളേജുകളും ഇപ്പോൾ ഇസ്ലാമിക വിശ്വാസികളുടെ ഭരണത്തിലുള്ള സ്വാശ്രയ കോളേജുകളാണ്. വെറുതെ LLB പറഞ്ഞു വിടുകയല്ല, അവരുടെ മതപരമായ കാര്യങ്ങൾ കൂടെ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് LLB പാസ്സാക്കി ഇവരെ വിടുന്നത്. അവരുടെ ചിന്താ പദ്ധതി തലച്ചോറിലേക്ക് കയറ്റി വിട്ടുകൊണ്ടാണ്. ജുഡീഷ്യറിയിൽ കടന്നു കയറണം. ജുഡീഷ്യറി നമുക്കറിയാം, ജുഡീഷ്യറിക്ക് വളരെ വലിയ റോളുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത്. പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമം പോലും തെറ്റാണെന്ന് വ്യാഖ്യാനിക്കാനും അതിനെ അസ്ഥിരപ്പെടുത്താനുമുള്ള പവറുള്ളത് ജുഡീഷ്യറിയാണ്. അതിനാൽ ജുഡീഷ്യറിയിലേക്ക് വ്യാപകമായ രീതിയിൽ കടന്നുകയറ്റം ഉണ്ടാക്കണം. തങ്ങളെ എതിർക്കുന്നവരെ ഭീഷണിപ്പെടുത്തണം. തങ്ങളുടെ നിയമവ്യവസ്ഥയിൽ കൂടി ഈ രാജ്യത്തൊരു ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക നിയമനിർമ്മാണവും നടത്തണമെന്നുള്ള
വളരെ വലിയൊരു പദ്ധതി പോപ്പുലർ ഫ്രണ്ടിനുണ്ട്. അതാണ് കേരളത്തിൽ ദാറുൽ ഖ്വാസ എന്ന് പറയുന്ന കോടതി ഉണ്ട് എന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ കേരള നിയമസഭയിൽ പറഞ്ഞതിൻ്റെ രേഖയാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ എക്സ്പ്രസ് പത്രം മാത്രമായിരുന്നു അത് വ്യക്തമായി റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൻ്റെ ആർക്കൈവ്സിൽ പോയി നോക്കുകയാണെങ്കിൽ ഇത് കാണാൻ സാധിക്കും. ലോകത്ത് ഏതൊരു സ്ഥലത്താണെങ്കിലും മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്, അതായത് ജനസംഖ്യ 33% അപ്പുറത്തേക്ക് എത്തിയാൽ അവർക്ക് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനുള്ള ആദ്യത്തെ ചവിട്ടുപടിയായെന്ന് കാണുന്നത്. അതൊരു 50% എത്തിയാൽ പിന്നെ ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് മതി കാര്യങ്ങൾ നിലയിലേക്ക് വരും. 50% കവിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വിദൂര ഭാവിയിലല്ലാതെ കേരളത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് ഇസ്ലാം മതത്തിൽപ്പെട്ട തീവ്ര ചിന്താഗതിയുള്ളവരുടെ ഒരു എണ്ണം കൂടി വരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താവും? കേരളത്തിലെ അവസ്ഥ ഇപ്പോൾ തന്നെ പേടിപ്പിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഇവിടുത്തെ മുസ്ലിം നേതാക്കന്മാരാണ്. സൂംബ വേണോ, പാഠ്യപദ്ധതിയിൽ ഏത് ഉൾപ്പെടുത്തണം, ക്ലാസ്സിൻ്റെ സ്കൂൾ ടൈം എപ്പോൾ തുടങ്ങണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ, വെള്ളിയാഴ്ച എത്ര സമയത്തേക്ക് അവർക്ക് ഇൻ്റർവെൽ കൊടുക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചില വ്യക്തികളാണ്. ഇന്ന് പോലും അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടക്കുകയാണ്. ഈ അവസരത്തിൽ തന്നെ അങ്ങനെയാണെങ്കിൽ അവരുടെ താങ്കൾ സൂചിപ്പിച്ച ചോദ്യത്തിലെ കണക്കുകളിലേക്ക് ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ ഇവിടെ ഒരു സമാന്തര ഇസ്ലാമിക രാഷ്ട്രമായി ഭാരതത്തിനകത്ത് തന്നെ ഒരു അൽ കേരളം ഉണ്ടാകുന്ന കാലഘട്ടം അതിവിദൂരമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.